നമ്മളിന്ന് മെയിൻ ആയിട്ട് രണ്ട് നോട്ടിഫിക്കേഷൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം. ഒന്നെന്ന് വെച്ചാൽ ഡിപ്ലോമക്കാർക്ക് മാത്രമേ അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ, ബിടെക്കാർക്ക് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അതായത് ഹയർ ക്വാളിഫിക്കേഷൻസ് എലിജിബിൾ അല്ല. രണ്ടാമത്തെ വെച്ചാൽ ഡിപ്ലോമക്കാർക്കും ബിടെക്കാർക്കും അപ്ലൈ വേണ്ടി പറ്റും. ഡിപ്ലോമക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ ക്വാളിഫിക്കേഷനോട് എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. ബിടെക്കാരാണെന്നുണ്ടെങ്കിൽ എന്താ അവിടെ എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി പോകുന്നത് പവർ ഗ്രിഡ് ആണ്. പവർ ഗ്രിഡ് അഡ്വർടൈസ്മെന്റ് നമ്പർ CC/10/2024 ആണ്. 22 ഒക്ടോബർ 22 ഇറങ്ങിയ നോട്ടിഫിക്കേഷൻ ആണ്. പോസ്റ്റ് വെച്ചാൽ ഡിപ്ലോമ ട്രെയിനി ആണ് കേട്ടോ. ഡിപ്ലോമ ട്രെയിനി ആണ്. അത്യാവശ്യം നല്ല വേക്കൻസി ഉള്ള പോസ്റ്റാണ് രണ്ടും. ഡിപ്ലോമ ട്രെയിനി ഇലക്ട്രിക്കലി, സിവിൽ, അതേപോലെ ജൂനിയർ ഓഫീസർ ട്രെയിനി, HR, ഫിനാൻഷ്യൽ ഒക്കെയാണ് വരുന്നത്. അപ്പം ഇതിലിപ്പം ഡിഫറെന്റ് റീജിയനിലേക്കായിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോ കേരളം വരുന്നത് സദേൺ റീജിയൻ 2ലാണ് വരുന്നത്. ഓക്കെ, SR റീജിയൻ 2 അതിൽ കേരളം വരുന്നുണ്ട്, തമിഴ്നാട് വരുന്നുണ്ട്, അതുപോലെ പാർട്ട് ഓഫ് കർണാടക വരുന്നുണ്ട്, അതേപോലെ യൂണിയൻ ടെറിട്ടറി ഓഫ് പോണ്ടിച്ചേരിയും വരുന്നുണ്ട്. ഓക്കെ, അതാണ് എന്താ സദേൺ റീജിയൻ 2 വരുന്നത്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം, പക്ഷെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ എന്താ സദേൺ റീജിയൻ 2ലാണ് എന്ത് ചെയ്യാം വരുന്നത്. ഓക്കെ, അപ്പൊ സദേൺ റീജിയൻ 2 നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഇതാണ് സദേൺ റീജിയൻ 2 വരുന്നത്. അപ്പോൾ ഇത് ഡിപ്ലോമ ട്രെയിനിങ് ഇലക്ട്രിക്കൽ, ഡിപ്ലോമ ട്രെയിനിങ് സിവിൽ, അതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഡിപ്ലോമ ട്രെയിനി ഇലക്ട്രിക്കലിൽ വരുന്നത് 440 പോസ്റ്റ് ആയിട്ട് വരുന്നത്. അവിടെ ടോട്ടല് 59 വേക്കൻസീസ് ആണ് ഇലക്ട്രിക്കലിനുള്ളത് കേട്ടോ. ടോട്ടൽ 59 വേക്കൻസീസ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു വേക്കൻസി തന്നെയാണിത്. 24 UR കാറ്റഗറിക്കും EWSന് 6ഉം, OBC NCL 15ഉം, SCക്ക് 12ഉം, STക്ക് 2ഉം, പിന്നെ PWBD കാൻഡിഡേറ്റ്സിന് അല്ലെങ്കിൽ എക്സ് സർവീസ് കാറ്റഗറീസിനൊക്കെ 3, 5, 2 എന്നുള്ള രീതിയിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 59 വേക്കൻസീസ് ആണ് ഡിപ്ലോമ ട്രെയിനി ഇലക്ട്രിക്കലിനുള്ള പോസ്റ്റിന് പവർ ഗ്രിഡിലേക്ക് വിളിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കറസ്പോണ്ടിങ് സിവിൽ എല്ലാം ഉണ്ട്. അപ്പോൾ ഡിപ്ലോമ ട്രെയിനി ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഫുൾ ടൈം റെഗുലർ 3 ഇയേഴ്സ് ഡിപ്ലോമ ഇൻ റെലവെന്റ് ഡിസിപ്ലിൻ. അതായത് ഇലക്ട്രിക്കൽ ആവാം, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പവർ ആവാം, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആവാം, അല്ലെങ്കിൽ പവർ സിസ്റ്റംസ് ആവാം, അല്ലെങ്കിൽ പവർ എഞ്ചിനീയറിംഗ് ആവാം, ഫ്രം എ റെക്കഗ്നൈസ്ഡ് ടെക്നിക്കൽ ബോർഡ് ഓൺ ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് മിനിമം 70% മാർക്ക് ഫോർ ജനറൽ or OBC or EWS candidates and a pass mark for SC, ST and PWD candidates. അതേപോലെ the higher technical qualification like a B.Tech, M.Tech, etc. with or without a diploma is not allowed. Okay, is not allowed. അതായത് ഡിപ്ലോമ കാർക്ക് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. ഓക്കെ, B.Tech, M.Tech കാർക്കും എന്ത് ചെയ്യാം അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ. സിവിലിന്റെ കേസിലാണെങ്കിൽ സെയിം നോട്ടിഫിക്കേഷൻ സെയിം തന്നെയാണ് ഉള്ളത്. സിവിലിന്റെ കേസിൽ പറയുകയാണെങ്കിൽ അത്യാവശ്യം വേക്കൻസീസ് കുറവാണ്. ആകെ 14 വേക്കൻസീസ് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി ഇപ്പോഴെന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ ഏജ് ലിമിറ്റിലേക്ക് പോവാം. അപ്പൊ ഏജ് ലിമിറ്റ് ഉള്ളത് 27 വയസ്സാണ് അവിടെ ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത്. 12/11/2024 എൻഡ് ഡേറ്റ് ഉള്ളത്. അപ്പൊ 12/11/2024 ബേസ് ചെയ്ത് നോക്കുമ്പോൾ 27 വയസ്സാണെന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, പേ സ്കെയിലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതാ 24,000 തൊട്ട് 3% 1,08,000 വരെയാണ് എന്ത് ചെയ്തേക്കുന്നത് പേ സ്കെയില് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അതുപോലെ അപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്, പിന്നെ ബോണ്ട് ഉണ്ട്. ബോണ്ട് വന്നേക്കുന്നത് 2,50,000 രൂപയാണ് അവിടെ ബോണ്ടായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, പിന്നെ ആപ്ലിക്കേഷൻ ഫീ പറഞ്ഞേക്കുന്നത് 300 രൂപ മാത്രമാണ് അവിടെ എന്ത് ആപ്ലിക്കേഷൻ ഫീ ആയിട്ടുള്ളത് കേട്ടോ. 300 രൂപയാണ് അവിടെ ആപ്ലിക്കേഷൻ ഫീ ആയിട്ടുള്ളത്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നവരൊക്കെ എന്താ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ട് അപ്ലൈ ചെയ്യുക. 300 രൂപ മാത്രമേ അവിടെ എക്സാം ഫീ ആയിട്ട് വരുന്നുള്ളൂ. പിന്നെ കറസ്പോണ്ട് ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC ആണെങ്കിൽ 3 വർഷം, SST ആണെങ്കിൽ 5 വർഷം, PWD ആണെങ്കിൽ 10 വർഷം എന്ന രീതിയിൽ അവിടെ ഏജ് റിലാക്സേഷൻ എന്ത് ചെയ്യാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ സെലക്ഷൻ പ്രോസസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഡിപ്ലോമ ട്രെയിനിങ് ഇലക്ട്രിക്കൽ, ഡിപ്ലോമ ട്രെയിനിങ് സിവിൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ സ്വാഭാവികമായിട്ട് അവിടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ്, റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവും. 100% വെയിറ്റേജ് അതിന് തന്നെയായിരിക്കും ഉണ്ടാവുക. പിന്നെ അതിന്റെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ നോളജും ഉണ്ടാവും, അതേപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഉണ്ടാവും. ഓക്കെ, അതായത് പാർട്ട് പഠനം വെച്ചാൽ 120 ക്വസ്റ്റ്യൻസ് ആണ്. അതെന്തായിരിക്കും ടെക്നിക്കൽ നോളജ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ പ്രൊഫഷണൽ നോളജ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അത് കൂടാണ്ട് എന്ത് ചെയ്യാം, പാർട്ട് 2 എന്ന് പറയുന്ന 50 ക്വസ്റ്റ്യൻസ് എന്തായിരിക്കണം, അത് ആപ്റ്റിറ്റ്യൂഡ്
ടെസ്റ്റ് ആണ്. ഓക്കെ, ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യനിൽ എന്തായിരിക്കും? ഇംഗ്ലീഷ് ഉണ്ടാവും, വെർബൽ കോമ്പിനേഷൻ, ക്യു എ ഉണ്ടാവും, റീസണിംഗ് ഉണ്ടാവും, ഡാറ്റ സഫിഷ്യൻസി ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാവും, ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ടാവും, ജനറൽ അവയർനെസ് ഉണ്ടാവും. ഈ 120 ക്വസ്റ്റൻസ് പറഞ്ഞാൽ എന്താ? ടെക്നിക്കൽ നോളജ് ആണ്. അപ്പൊ നിങ്ങൾ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ ക്വസ്റ്റൻസ് ആയിരിക്കും, സിവിൽ ആണെങ്കിൽ സിവിൽ ക്വസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവും. അപ്പം ഇതിലിപ്പം ക്വസ്റ്റ്യന് ഒരു മാർക്കാണ്, നെഗറ്റീവ് മാർക്ക് ഉണ്ട്. നെഗറ്റീവ് മാർക്ക് 1/4 ആണ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവുക. അതേപോലെ റിട്ടേൺ ടെസ്റ്റിന്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു ക്രൈറ്റീരിയ, ക്വാളിഫയിങ് ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ അൺറിസർവ്ഡ് കാറ്റഗറി ഡേയ്സിൽ 30% പാർട്ട് 1ഉം പാർട്ട് 2ഉം ഉണ്ടാവും സെപ്പറേറ്റ് ആയിട്ട്. അതേപോലെ അഗ്രിഗേറ്റ് ആയിട്ട് 40% ഉണ്ടാവും. റിസർവ്ഡ് കേസിൽ 25% പാർട്ട് 1 പാർട്ട് 2 സെപ്പറേറ്റ് ഉണ്ടാവും, 30% അഗ്രിഗേറ്റ് ആയിട്ട് ഉണ്ടാവും. പിന്നെ അത് കൂടാണ്ട് ആ ഒരു വേക്കൻസീസിനെ ബേസ് ചെയ്തിട്ട് എത്ര പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഒരിക്കലും നോക്കണ്ട. ഇത് മിനിമം നിങ്ങൾ എന്താ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിനെക്കാട്ടും കൂടുതൽ എന്തായാലും നിങ്ങൾ മാർക്ക് വാങ്ങേണ്ടി വരും. പിന്നെ 1:5 റേഷ്യോ ആണ്. വേക്കൻസി അപ് ടു 3 ആണെങ്കിൽ 1:5 വേക്കൻസി അപ് ടു 4, 1:2 വേക്കൻസി ഫോർ 5 ഓർ മോർ എന്നുള്ള രീതിയിലാണ് എന്തൊക്കെയാണ് എംപാനൽമെന്റ് റേഷ്യോ അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ പിന്നെ എംപാനൽമെന്റ് എങ്ങനെയായിരിക്കും വെച്ചാൽ ഫൈനൽ മെറിറ്റ് ഫോർ ദ സെലക്ഷൻ വിൽ ബി ഡിസൈഡ് ബേസ്ഡ് ഓൺ ദി മാർക്ക് സെക്യൂർഡ് ബൈ ദ കാൻഡിഡേറ്റ്സ് ഇൻ ദി റിട്ടേൺ ടെസ്റ്റ് ഓഫ് CBT ഉള്ളു. അതായത് ഇതിന് ഇന്റർവ്യൂ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ എങ്ങനെ എക്സാമിനോ എക്സാമിന്റെ പ്രിപ്പയർ ചെയ്തിട്ട് ടോപ്പ് റാങ്കിൽ എത്തും, അതിന്റെ ബേസ് ആയിട്ടായിരിക്കും ഉണ്ടാവും. വേറെ ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും ഇല്ല അവിടെ ഇല്ല. അതുപോലെ എക്സാം സെന്റർ പറയുകയാണെന്നുണ്ടെങ്കിൽ സദർൺ റീജിയൻ 2ൽ എന്തിയാ ബാംഗ്ലൂർ, ചെന്നൈ, കൊച്ചി. കേരളത്തിൽ എറണാകുളത്ത് എന്തിയാ എക്സാം സെന്റർ ഉണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞല്ലോ, November 12 എന്നുള്ള രീതിയിലല്ലേ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ക്ലോസിംഗ് ഡേറ്റ് November 12 22 ആക്റ്റീവ് ആയിട്ടുണ്ട്. കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് 12/11/2024 തന്നെയാണ് കേട്ടോ. ഓക്കെ, ടെന്റേറ്റീവ്ലി എക്സാം ഡേറ്റ് എന്ന് വെച്ചാൽ ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മുടെ ഈ സൈറ്റിൽ എന്താ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഐ മീൻ സൈറ്റിൽ കൃത്യമായിട്ട് എന്താ അതിന്റെ അപ്ഡേറ്റ്സ് വരുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്താ കയറിയിട്ട് അപ്ലൈ കയറിയിട്ട് എന്താ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ November 12 ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാണ്ട് പറ്റുന്നവരാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇപ്പൊ എല്ലാവരും RRB JEE ഒക്കെ ബേസ് ചെയ്തിട്ടാണ് എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ടെക്നിക്കൽ നിങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഡിപ്ലോമക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ നിങ്ങൾ എന്താ അപ്ലൈ ചെയ്യാണ്ട് പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് കമ്പൽസറി ആയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അടുത്ത രണ്ടാമത്തെ പോസ്റ്റ് വെച്ചാൽ NMDC ആണ്. NMDCയുടെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 8/2024, 21/10/2024 ഇറങ്ങിയ നോട്ടിഫിക്കേഷൻ ആണ്. അപ്പം ഇതിലിപ്പം ജൂനിയർ ഓഫീസർ ട്രെയിനിങ് ഉണ്ട്. ഇലക്ട്രിക്കലിന് 44 വേക്കൻസീസ് ആണ് ഉള്ളത്. മെക്കാനിക്കലിന് 20 ഉണ്ട്, ബാക്കി സിവിലിന് 9, കെമിക്കൽ 4, സർവേയിങ് 9, കൊമേഴ്ഷ്യൽ എൻവയോൺമെന്റ് അങ്ങനെ ഉണ്ട്, മൈനിങ് 56 വേക്കൻസീസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതിലിപ്പം ക്വാളിഫിക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും എന്ത് ചെയ്യാം, ഓക്കെ, സിവിലിനും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കേസിൽ പറയുകയാണെങ്കിൽ 3 years ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് ഇലക്ട്രിക്കൽ സൂപ്പർവൈസറി സർട്ടിഫിക്കറ്റ് ഓഫ് എ competency or degree in electrical engineering or electrical and electronics engineering from a recognized university or institute. അവിടെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. മിനിമം 5 years പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ ക്യാരിങ് ഔട്ട് റിപ്പയർസ് ഓർ അങ്ങനെ ഓവർഹോളിംഗ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് HTLT സിസ്റ്റംസ് ഇൻസ്റ്റലേഷൻ എക്സെട്ര ഇൻ കേസ് ഓഫ് ഡിപ്ലോമ ഹോൾഡേഴ്സ്. ഓക്കെ, ഇൻ കേസ് ഓഫ് ഡിപ്ലോമ ഹോൾഡേഴ്സ്, അതായത് ഡിപ്ലോമ ഹോൾഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് അവിടെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. B.Tech ആണെന്നുണ്ടെങ്കിൽ എന്താ അവിടെ എക്സ്പീരിയൻസ് ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഡിപ്ലോമ ആണെന്നുണ്ടെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. B.Tech ആണെന്നുണ്ടെങ്കിൽ എന്താ അവിടെ എക്സ്പീരിയൻസ് ആവശ്യമില്ല. കാരണം വെച്ചാൽ എക്സെട്ര ഇൻ കേസ് ഓഫ് ഡിപ്ലോമ ഹോൾഡേഴ്സ് ഉള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മെക്കാനിക്കൽ ആണെങ്കിലും 3 years ഡിപ്ലോമ ആണെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. B.Tech ആണെങ്കിലും അവിടെ എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഏജ് ലിമിറ്റ് പറഞ്ഞ് 32 വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പീരീഡിന്റെ സമയത്ത്, അതായത് ട്രെയിനിങ് പീരീഡ് ഉണ്ടോ, ട്രെയിനിങ് പീരീഡിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു വർഷം 37,000 രൂപയായിരിക്കും സ്റ്റൈപ്പൻഡ് ആയിട്ട് കിട്ടുന്നുണ്ടാവുക കേട്ടോ. 37,000 രൂപയായിരിക്കും സ്റ്റൈപ്പൻഡ് ആയിട്ട് കിട്ടുന്നുണ്ടാവുക. പിന്നെ B.Tech ഹോൾഡേഴ്സ് ആണെങ്കിൽ അവർക്ക് പിന്നെ വീണ്ടും 6 months ട്രെയിനിങ് ഉണ്ടാവില്ല. ഒരു വർഷം മാത്രമേ ഉള്ളൂ. ഡിപ്ലോമ ഹോൾഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താ അവിടെ 18 മാസം ട്രെയിനിങ് ഉണ്ട്. അപ്പൊ നെക്സ്റ്റ് 6 months 38,000 രൂപയാണ് അവരുടെ സ്റ്റൈപ്പൻഡ് ആയിട്ട് വരുന്നുണ്ടാവും. B.Tech കാരാണെന്നുണ്ടെങ്കിൽ അവിടെ 1 year മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ട്രെയിനിങ് ഉണ്ടാവുള്ളൂ. അപ്പൊ 1 year കഴിഞ്ഞാൽ പിന്നെ അവരെന്താ ഈ ഒരു പേ സ്കെയിലേക്ക് മറന്നുണ്ടോ 37,000 to 1,30,000 എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്പർ ഓഫ് പോസ്റ്റ് പറഞ്ഞാൽ ഇലക്ട്രിക്കലിന് എത്രയാ 44 വേക്കൻസീസ് ഉണ്ട്. SC-ക്ക് 8, ST-ക്ക് 4, OBC-ക്ക് 12, EWS-ന് 5, അൺറിസർവ്ഡ് കാറ്റഗറി കേസിൽ 15 വേക്കൻസീസ് ആണ് ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, NMDCയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് 250 രൂപയാണ് അവിടെ ആപ്ലിക്കേഷൻ ഫീ ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോ
അപ്ലിക്കേഷൻ ഫീ എന്താ റീഫണ്ടബിൾ അല്ലല്ലോ. ഓക്കെ. പിന്നെ 100 മാർക്സ് അവന്റെ എക്സാം ആണ് ഉണ്ടാവുക. CBT ആണ്. ഓക്കെ. 100 മാർക്സ്. പിന്നെ സൂപ്പർവൈസറി സ്കിൽ ടെസ്റ്റ് ഉണ്ട്, അത് ക്വാളിഫയിങ് നേച്ചർ ആണ് ഉണ്ടാവുക. ഓക്കെ. അപ്പൊ അതിന് സൂപ്പർവൈസറി സ്കിൽ ടെസ്റ്റിന്റെ കേസിലാണെങ്കിൽ 40% എന്താ ക്വാളിഫൈ എന്നുള്ള 40% മാർക്കാണ് അവിടെ പറഞ്ഞത്. യുആറിന്റെ കേസിൽ 37% ഫോർ OBC MCL, 30% ഫോർ എന്താ SC ST PWD. അതേപോലെ സൂപ്പർവൈസറി സ്കിൽ ടെസ്റ്റിന് 1:3 റേഷ്യോയിലാണ് അവര് സെലക്ട് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ. പിന്നെ അതിന്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ വെരിഫിക്കേഷൻ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ കാര്യങ്ങളൊന്നുമില്ല, ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും ഇതിലും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് സ്കിൽ ടെസ്റ്റ് മാത്രമാണ് അവരവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റിന്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് ഇപ്പൊ അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടോ? നവംബറിൽ തന്നെയാണ്. ഓക്കെ. നവംബർ 10 കേട്ടോ ലാസ്റ്റ് ഡേറ്റ് ഉള്ളത്. ഓക്കെ. നവംബർ 10 ലാസ്റ്റ് ഡേറ്റ് ഉള്ളത്. 21 തൊട്ട് നിങ്ങൾക്ക് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. നവംബർ 10 ഇതിന്റെ അവിടെ എക്സാമിന്റെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. NMDCയിൽ കയറി കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അവിടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. 250 രൂപയാണ് എക്സാം ഫീ ആയിട്ടുള്ളത്. ഓക്കെ. അതേപോലെ ഇതിൽ എക്സാം സെന്റേഴ്സിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പവർ ഗ്രിഡിന്റെ കേസിൽ എക്സാം സെന്റേഴ്സ് അവർ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എക്സാം സെന്റേഴ്സ് കാണുന്നില്ല. ഓക്കെ. അപ്പോ ഞാൻ ഇത് രണ്ടും ഞാൻ താഴെ കമന്റിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോ ഇത്രയും കാര്യമാണ് പറയാനുള്ളത്. അപ്പൊ ഇതിലൂടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. താങ്ക് യു.